അപ്പോൾ നമുക്ക് 2019 സ്കീം ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറിയിലെ സ്റ്റഡി പ്ലാൻ നമുക്കൊന്ന് നോക്കാം. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ എന്തൊക്കെ മിസ് ചെയ്യരുതെന്ന് ഉള്ളതാണ്, അല്ലെ ഇത് മാത്രം പഠിച്ചെന്നുള്ളതല്ല. എസ് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ആൻസർ നിങ്ങൾ എന്തൊക്കെ മിസ് ചെയ്യരുത് എന്നുള്ള നിർബന്ധമായി നോക്കിയിരിക്കുക. അപ്പം 4-5 മോഡ്യൂൾസിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പലതും നമുക്ക് ഡേറ്റാ ബുക്കിൻ്റെ സഹായവും നമുക്ക് തേടാം. അതിലെല്ലാം ഉണ്ടെന്നല്ല, ജസ്റ്റ് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ വേണം. പിന്നെ ചിലപ്പോൾ ഇക്വേഷൻസ് അതിനടുത്ത് എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പുതുതായിട്ട് ഇപ്പോൾ പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ 2 ദിവസം 3 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് പഠിച്ചു തീർക്കാവുന്ന സാധനമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് ഒരു തവണയെങ്കിലും ഒരു വായിച്ച് നോക്കിയവരാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ. അപ്പോൾ ഇതിൽ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ആ ഒരു സാധനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 2 പാരഗ്രാഫായിട്ടാണ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാരഗ്രാഫിലുള്ള പോർഷൻസ് നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് 2 പാരഗ്രാഫിൽ നിന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. പ്ലസ് ഈ ഷോർട്ട് ആൻസേഴ്സ് എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് മോഡ്യൂൾ, അപ്പം മോഡ്യൂൾ 3ഉം 4ഉം 5 ഒക്കെ നമുക്ക് ഒരു ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഈ മോഡ്യൂൾ 3ഉം 4ഉം 5ഉം പെട്ടെന്ന് പഠിച്ചു തീർത്തിട്ട് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് നോക്കാം. അതായത് പല വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസും കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട സാധനം ഫസ്റ്റും സെക്കൻഡുമാണ്. കാര്യം നിങ്ങൾ മോഡ്യൂൾ 3ൽ അതിൻ്റെ ഡിസൈനിൻ്റെ ഒരു പ്രൊസീജിയർ പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ 4ഉം 5ഉം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് തീരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെറ്റപ്പ് കൂടി കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 2019 സ്കീമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് പഠിക്കാതിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ പഠിച്ച് തീർക്കുന്നത്. കാര്യം 1ഉം 2നും ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ സബ്ജക്റ്റിന് നിങ്ങൾ ഭയങ്കര പാടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും 1ഉം 2ഉം ആദ്യമായിട്ട് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ വന്നിട്ട് ഡി-എൽഎംബേഴ്സ് പ്രിൻസിപ്പിൾ ഒബ്വിയസ്ലി. അപ്പം നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ ഞാൻ സിലബസ് ഒന്ന് നോക്കിക്കോട്ടെ. സിലബസിൻ്റെ പ്രിൻ്റ് എൻ്റെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ എടുത്ത് വെച്ച് കാണിക്കായിരുന്നു. നമ്മുടെ വർക്ക് ബുക്കിലും ഞാൻ എൻ്റെ ഈ ഒരു ഇതിൽ പ്രിൻ്റ് ഇല്ലടേ. എൻ്റെ സാധാരണ ഞാൻ ഇവിടെ ഇത് വെക്കുന്നതല്ലേ, നിങ്ങളിലിരിക്കും ചിലവർക്ക് വർക്ക് ബുക്ക് ഉള്ളവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും, നമ്മുടെ എന്തുണ്ടാവും ഒരു സിലബസ് ഉണ്ടാവും. അതെടുത്ത് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് മോഡ്യൂളിൽ 2 പോർഷൻസാണ്, 2 പാർട്ടാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ആ 2 പാർട്ട് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കൊണ്ടെന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ് അനാലിസിസ്, ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ആണ്. ഈ ഒരു 2 സംഭവം ഡൈനാമിക് ഫോഴ്സ് അനാലിസിസും പിന്നെ ഇത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൻ്റെ സാധനമാണ്. പിന്നെ ബാക്കിയുള്ളത് ഫ്ലൈ വീലും. അപ്പോൾ ഈ 2 പോർഷനിൽ നിന്നാണ് നമുക്ക് എസ് എയും വരുന്നത്. അപ്പോൾ ഷോർട്ട് ആൻസർ നിങ്ങൾ മിസ് ചെയ്യരുത് ഒരിക്കലും. ഡി-എൽഎംബേഴ്സ് പ്രിൻസിപ്പിൾ അറിയാമല്ലോ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല. ടേണിംഗ് മൗണ്ട് ഡയഗ്രാം, ഡൈനാമിക്കലി ഈക്വലൻറ്റ് സിസ്റ്റം. ഡൈനാമിക്കലി ഈക്വലൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊരു എന്താണ് നമ്മുടെ കണക്റ്റിംഗ് റോഡിനെ സംബന്ധിച്ചിടത്താണെന്നുള്ളത് മനസ്സിൽ ഓർമ്മിച്ചോളാം. കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു പ്രശ്നം മാസ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ വേരിയിങ് ആയതുകൊണ്ട് അതിൻ്റെ മാസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അപ്പോൾ നമുക്ക് ഫോഴ്സ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് 2 എൻഡിൽ, അതായത് ഒരു കണക്റ്റിംഗ് റോഡ് പിസ്റ്റൻ്റെ എൻഡിൽ വരും, കണക്റ്റിംഗ് റോഡ് വരും, അടുത്ത എൻഡ് എന്ന് പറയുന്നത് ക്രാങ്കിൻ്റാണ് വരുന്നത്. അപ്പോൾ ആ 2 എൻഡ്സിൽ നമ്മൾ മാസ് ഈക്വൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഈക്വലൻറ്റ് സിസ്റ്റം. എങ്ങനെയാണ് ആ മാസ് കാൽക്കുലേഷൻ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് ഇതൊക്കെ നമ്മുടെ വർക്ക് ബുക്ക് എടുക്കുകയാണെങ്കിൽ മോഡ്യൂൾ 1ൽ ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മോഡ്യൂൾ 1 ഇപ്പോൾ നമ്മുടെ ഷോർട്ട് ആൻസേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് PDF ആയിട്ട് താഴെ ഇട്ടേക്കാം കേട്ടോ, ജസ്റ്റ് നിങ്ങൾ നോക്കി പോകും. പക്ഷേ ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡൈനാമിക് ഈക്വലൻറ്റ് സിസ്റ്റം എന്താണ്, ഇപ്പം ഡി-എൽഎംബേഴ്സ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് ഡി-എൽഎംബേഴ്സ് പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ഇതിലെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ആൻസേഴ്സാണ്. നമ്മൾ കറക്റ്റ് എന്ത് പഠിച്ചപ്പോൾ കൺസെപ്റ്റ്സ് പഠിച്ചത് നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ പ്രോബ്ലംസ് ചെയ്ത ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് വേണം ഇതെന്ത് ചെയ്യാനായിട്ട് എഴുതാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഇത് മാത്രമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പോകണ്ട, ഇത് അതേപോലെ കാണാൻ പഠിച്ചുകൊണ്ട് പോകണമെന്നല്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഇതുള്ളൂ. ജസ്റ്റ് ഒരു ഹെൽപ്പിംഗ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഇപ്പോഴും ഡൈനാമിക് ഈക്വലൻറ്റ് സിസ്റ്റം ഒക്കെ അതിപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. ചോദിച്ചിട്ടുള്ളപ്പോഴത്തേക്ക് അത് സിസ്റ്റം എന്താണെന്ന് വൈദ്യുത സിസ്റ്റം ഇൻ വിച്ച് ദ എൻ്റയർ മാസ് ഓഫ് ദ ബോഡി ഈസ് റീപ്ലേസ്ഡ് ബൈ 2 മാസ് ഓഫ് എ ഫിക്സഡ്. അത് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ആക്ച്വലി നമ്മൾ അതിൻ്റെ പ്രോബ്ലം എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ആ ഡൈനാമിക് ഈക്വലൻറ്റ് സിസ്റ്റം, അതിൻ്റെ ആ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കോളണം. അപ്പോൾ നമ്മുടെ വർക്ക് ബുക്ക് വെച്ച് നോക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഇത് ഞാൻ PDF ആയിട്ട്, വർക്ക് ബുക്ക് ഇല്ലാത്തതെങ്കിൽ താഴെ ഞാൻ PDF ആക്കി ഇടാം. അപ്പോൾ അത് വായിച്ച് നോക്കിയാലും അത് തന്നെ കാണാൻ പഠിച്ചുകൊണ്ട് പോകാൻ നിൽക്കരുത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത എസ്സേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം അതിൻ്റേതായ ഇൻപുട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതൊരു ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ ഇത് 2 നോക്കുക. അപ്പോൾ ഡി-എൽഎംബേഴ്സ് പ്രിൻസിപ്പിൾ, ഡൈനാമിക് ഈക്വലൻറ്റ് സിസ്റ്റം. ഇനി പെട്ടെന്ന് പോകാം. ടേണിംഗ് മൗണ്ട് ഡയഗ്രാം അറിയാം, T-θ ഡയഗ്രാം എന്നുള്ളത്. ആ T-θ ഡയഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ടേണിംഗ് മൗണ്ട് ഡയഗ്രാമും T-θ ഡയഗ്രാം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് ഡേറ്റാ ബുക്കിൽ അത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ എവിടെയോ ഫ്ലൈ വീലിൻ്റെ ഡിസൈൻ ഉണ്ട്.
ഷാഫ്റ്റ്, നക്കിൾ ജോയിൻറ്റ്, റിവറ്റ് വെൽഡ്, സിലിണ്ടർ പേപ്പർ, സ്പ്രിങ്സ്, ഹെലിക്കൽ, ക്ലച്ച്, ബ്രേക്ക്, ഫ്ലെക്സിബിൾ മെഷീൻ എലമെൻറ്റ്സ്, ജേണൽ, റോളിംഗ് ബിയർ, ഫ്ലൈ വീൽ. ആണ്ടാ 397. ഇത് ഞാൻ യൂട്യൂബിൽ പണ്ട് ചെയ്ത ഡേറ്റാ ബുക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം 397 ആണ്ടാ ഇതാ എവിടെ സമയം പോകുന്നു. ആണ്ടായത് ഫ്ലൈ വീലിൽ ഇപ്പോൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ചിലപ്പം നമ്മളിപ്പോൾ റിം ഡിസൈൻ്റെ ഇക്വേഷൻസും സെൻട്രിഫ്യൂഗൽ സ്ട്രെസ്സസും ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഫ്ലൈ വീലിൻ്റെ പടം വരയ്ക്കാനോ ഹബ്ബ് അതിൻ്റെ ഡിസൈൻ പടം വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സാധനം എന്ത് ചെയ്യാം, എനിക്കൊന്ന് കോയിഷൻ ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയുടെ ഇക്വേഷൻ ഇതിനകത്ത് ഉണ്ടാവണം. ചേഞ്ച് ഇൻ എനർജി, എൻ്റെ വെലോസിറ്റി ചേഞ്ച്, കൈനറ്റിക് എനർജി ചേഞ്ചിൻ്റെ ഇക്വേഷൻ, ചേഞ്ച് എക്സസ് എനർജി ഓർ ചേഞ്ചിങ് എനർജിയുടെ ഇക്വേഷൻ, ദറ്റ് ഈസ് വെൻ ദ വെലോസിറ്റി ചേഞ്ചസ്. അതായത് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയുടെ ഇക്വേഷനാണ് ഈ കിടക്കുന്നത്. ഈ എക്സസ് എനർജി ഓർ ചേഞ്ച് ഇൻ എനർജിയുടെ ഇക്വേഷനാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം അതായത് എനർജി ഫ്ലക്ച്വേഷൻ അതാ ഇവിടെ കിടപ്പുണ്ട്, ഇക്വേഷൻ കിടപ്പുണ്ട്. വേണമെങ്കിൽ കോയിഷൻ ഓഫ് അപ്പോൾ സി ഈസ് ദ കോയിഷൻ ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. അപ്പോൾ സി എന്താണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ ഡിഫൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാമെന്നുള്ളത്. അപ്പോൾ ഫ്ലൈ വീൽ വേണമെങ്കിൽ നിങ്ങൾ ഷോർട്ട് ആൻസർ വരുമ്പോൾ ഇവിടെ ഒന്ന് ഓടിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് അതിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കുക. ഇത് വലുതായിട്ട് നമ്മൾ ഡേറ്റാ ബുക്കിൽ കയറുന്നില്ല. പക്ഷേ സെക്കൻഡ് മോഡ്യൂൾ വരുമ്പോൾ ഇതിൻ്റെ പാർട്ട് ബിയിൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയാം. 2 പോർഷൻസാണ് വരുന്നത്. അതായത് ഒരു റെസിപ്രിക്കേറ്റിംഗ് എഞ്ചിൻ, അതായത് ഹോറിസോണ്ടൽ എഞ്ചിൻ്റെ കേസ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം, വെർട്ടിക്കൽ എഞ്ചിൻ്റെ കേസ് പ്രോബ്ലംസ് ചെയ്യണം. പിന്നെ ഇത് കൂടാതെ ഞാൻ എഞ്ചിൻസ് ഇൻലൈൻ വേറൊന്നും വരത്തില്ല, ഡൈനാമിക്കലി ഈക്വലൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് ചിലപ്പം ഇൻ കേസ് വരാം. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് കിട്ടാൻ സാധിക്കും. പക്ഷേ ഇതിൽ 4 ബാർ മെക്കാനിസത്തിന് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യാൻ നിങ്ങളുടെ സിലബസിലുണ്ട്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ 14 മാർക്കിന് വേണ്ടി 1 മണിക്കൂർ കളയണം. അത് എന്തൊക്കെ സാധനങ്ങൾ പഠിക്കുന്നു പറഞ്ഞാൽ മോസല്ല മോം, അതായത് മെക്കാനിക്സ് ഓഫ് മെഷീനറി, മോം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ നമ്മൾ പഠിച്ച കുറേ കൺസെപ്റ്റ്സ്, കുറേ ആക്സലറേഷനൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ സാധനം ചെയ്ത് സംതൃപ്തി അടയാന്നേ ഉള്ളൂ, അല്ലാതെ ബാക്കി ഒന്നും ചെയ്യാനുള്ള സമയം പോലും കിട്ടത്തില്ല ഈ 3 മണിക്കൂർ ആ ഒരു പ്രോബ്ലം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. പക്ഷെ പെട്ടെന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാം, അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ പുതുതായിട്ട് പഠിച്ചത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ പഠിക്കുന്ന എഫേർട്ട് വേണം. കാര്യം കഴിഞ്ഞ സെമസ്റ്റർ ഉള്ള സാധനങ്ങളെ പഠിച്ചു കൊള്ളണമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങളിപ്പോൾ അത് നോക്കണ്ട, ഇത് റെസിപ്രിക്കേറ്റിംഗ് എഞ്ചിൻ നോക്കിയാൽ മതി. ഡൈനാമിക്കൽ സിസ്റ്റം സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ജസ്റ്റ് നോക്കി ഓടിച്ച് പോകാനല്ലേ ഉള്ളൂ. ഫ്ലൈ വീൽ പ്രോബ്ലംസ്, അപ്പോൾ ഇത് രണ്ടുമാണ് ഓർ ക്വസ്റ്റ്യൻ. ഇത് ഒന്നിൽ അത് വരും, അല്ലെങ്കിൽ ഇത് വരും, ഇങ്ങനെയായിരിക്കും ഓർ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഫ്ലൈ വീലിൻ്റെ പ്രോബ്ലംസ് ഇത് അല്ലാതെ ഓർ ക്വസ്റ്റ്യൻ വന്നാൽ ക്വസ്റ്റ്യനിൽ വന്ന പ്രശ്നമാണ്. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഫ്ലൈ വീലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏരിയ തന്നിട്ട്, അതായത് A1 A2 A3 പ്ലസ് മൈനസ് തന്നിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ വരും. ഇക്വേഷൻസ് ഓഫ് ടി കൂടുതലും ചോദിച്ച് കണ്ടുള്ള ടി ടോർക്കിൻ്റെ ഇക്വേഷൻ തന്നിട്ട് ബാക്കി ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, ഇക്വേഷൻ ഓഫ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ MK ഒക്കെ കണ്ടുപിടിക്കാനാണ്. പിന്നെ ആൽഫ ആക്സലറേഷൻ കണ്ടുപിടിക്കാനും, ഫ്ലൈ വീലിൻ്റെ ആക്സലറേഷൻ അതൊക്കെയാണ്. ടേണിമോൺ ഡയഗ്രം ഡ്രോ ചെയ്തിട്ട്, അതായത് നമുക്ക് ഓൾറെഡി ഡയഗ്രം തരാതെ ഡയഗ്രത്തിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ്. പിന്നെ പഞ്ചിങ് പ്രസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കി ഇത്രയും വെറൈറ്റീസ് ഉണ്ട് ഫ്ലൈ വീൽ. അപ്പോൾ ഫ്ലൈ വീൽ ഇത് രണ്ടും എന്തായാലും നിർബന്ധമായി നോക്കിയിരിക്കണം. ഏരിയ ഗിവണും ഇക്വേഷൻ ഓഫ് ടി ഗിവണും. ബാക്കി രണ്ടുമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിധിയാണെന്ന് കരുതുക. എന്തായാലും 2 പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം നമ്മളെ ആപ്പിലിടുമ്പോൾ ഞാൻ ഈ 2 സാധനം കൂടെ ടേണിമോണ്ടിൽ ഏരിയ തരാത്തതും കൂടെ ഞാനിപ്പോൾ ചെയ്തിടും. പഞ്ചിങ് പ്രസ് നോക്കട്ടെ, തരാം. നമുക്ക് 2 ദിവസം ഉണ്ടല്ലോ. അപ്പം ആ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേണിമോൺ ഡയഗ്രാം ഏരിയ തരാത്തൊരു പ്രോബ്ലം കൂടെ നോക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു സാധനമാണ്, ഇത് ഞാനൊന്ന് ചെയ്തിടും, നോക്കിക്കോളുക. അപ്പോൾ ഞാൻ അത് മെസ്സേജ് അയക്കുന്ന സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, അത് ചെയ്തിട്ടിട്ട് ആ പാർട്ടാണ് നോക്കണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ആ ഫസ്റ്റ് ഫേസ് പഠിച്ചു പോകുമ്പോൾ ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കേണ്ട. ഫസ്റ്റ് ഫേസ് ഇത് രണ്ടും നോക്കിയാൽ മതി. പിന്നെ ബാക്കിയെല്ലാം കവർ ചെയ്തിട്ട് പിന്നെ തിരിച്ച് വന്ന് ഇത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ വന്നത്. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ 8 മിനിറ്റ് എടുത്തു. ഇനി ബാക്കി ഇത്രയും സമയമില്ല, നമ്മൾ പെട്ടെന്ന് പോകും. മോഡ്യൂൾ 2 വന്നിട്ട് 2 ടൈപ്പാണ് സാധനം. മോഡ്യൂൾ 2 കിടക്കുന്നത് ഇൻട്രൊഡക്ഷൻ, ഫ്രീയും വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷൻ അധികം തലപോയിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാര്യം സമയമില്ല. ഫ്രീ വൈബ്രേഷൻസിൽ ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ഒബ്വിയസ്ലി അറിയാം. എനർജി മെത്തേഡ്, ന്യൂട്ടൺസ് മെത്തേഡ്. ഇത് ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എസ്സേയുടെ കൂട്ടത്തിൽ A പാർട്ട് B പാർട്ടായിട്ടും ഈ ന്യൂട്ടൺസ് മെത്തേഡ്, എനർജി മെത്തേഡ് നമ്മൾ ചെയ്യുന്ന ലോഗരിതം ഡിക്രിമെൻറ്റ് ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വൈബ്രേഷൻ, ഐസൊലേഷൻ, ട്രാൻസ്മിസിബിലിറ്റി, ഈ 3 സാധനം ഉണ്ടല്ലോ. വൈബ്രേഷൻ, ഐസൊലേഷൻ, ട്രാൻസ്മിസിബിലിറ്റി, വേളിംഗ് ഓഫ് ഷാഫ്റ്റ്. ഈ 3 2 ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും എന്തായാലും ചോദിക്കും. അപ്പം അത് വൈബ്രേഷൻ, ഐസൊലേഷൻ, ട്രാൻസ്മിസിബിലിറ്റി, വേളിംഗ് ഓഫ് ഷാഫ്റ്റ് ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്തതാണ്.
അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വേളിംഗ് ഡിഫൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞതാണ്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിമൈൻഡർ വേണമെങ്കിൽ എന്താണ് വേളിംഗ് ഓഫ് ഷാഫ്റ്റിലേക്ക് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളെ ഷോർട്ട് ആൻസർ സാധനത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വേണ്ട വേളിംഗ് സ്പീഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വേളിംഗ് സ്പീഡ് ഓർ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ് ആണ്ട് ഇവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും അത്യാവശ്യം വേണ്ട ഇക്വേഷൻസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വ്യക്തമല്ല ഇതിൽ നിങ്ങളുടെ അടുത്തിൽ വ്യക്തമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചതിലുണ്ടല്ലോ അത്. അപ്പോൾ അത് നോക്കിയിരിക്കണം. അത് വെള്ളിങ് പറയുക ട്രാൻസ്മിസിബിലിറ്റി ഐസൊലേഷനും അതിൽ കിടപ്പുണ്ട്. പക്ഷേ ഇതിൽ ജസ്റ്റ് ആ ഫിഗറൊന്നും ഇല്ലാതെയാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഈ ട്രാൻസ്മിസിബിലിറ്റി ഇതൊക്കെ വേളിംഗ് സ്പീഡും ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വൈബ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം കിട്ടും. അല്ലാണ്ട് ലാസ്റ്റ് പേജ് നമ്പർ 421. ഓക്കെ, അതായത് ലോഗരിതം ഡിക്രിമെൻറ്റും ഉണ്ട് കേട്ടോ. എല്ലാം ഇതിൽ പെടുന്ന. അപ്പോൾ 421 നമുക്കൊന്ന് നോക്കിപ്പോവാം എന്തൊക്കെ അവിടെ കിട്ടുമെന്ന് നോക്കാം. ഇത് ഞാൻ അവസാനം പറയാൻ നിന്നത് നിങ്ങളെല്ലാം ഇതിലുണ്ടെന്നും പറഞ്ഞിരിക്കും. അവസാനം നിങ്ങളൊന്നും പഠിക്കില്ല, അത് വേണ്ട. അപ്പോൾ ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ആണ്. സ്പ്രിംഗ് മാസ് സിസ്റ്റം വരയ്ക്കാൻ പറഞ്ഞാൽ ടോർഷൻ പെൻഡുലം വരയ്ക്കുകയാണെങ്കിൽ ടോർഷൻ വൈബ്രേഷൻ വരയ്ക്കുക. ടോർഷൻ വൈബ്രേഷൻ നിങ്ങൾക്ക് ഇല്ല. ടോർഷൻ വൈബ്രേഷൻ്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അബദ്ധത്തിൽ നിങ്ങൾക്ക് വന്നതായിട്ട് പറഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്തോളണം. ഒരു ക്വസ്റ്റിനും വിടരുത്. കാര്യം ഇതിൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരാൻ ഒരുപാട് ചാൻസ്. കാര്യം ഈ പോർഷൻസ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് അല്ലാതെ സിലബസിൽ സ്പെസിഫൈ ചെയ്യാത്ത ചിലപ്പോൾ സാധനങ്ങൾ ചിലപ്പോൾ അതിനകത്ത് കയറി വരും. അതുകൊണ്ട് ഒരു ക്വസ്റ്റിനും വിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ റെയിലേ മെത്തേഡ് ഉണ്ട് സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ. ഇത് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം. ഇത് നമ്മുടെ ഇനേർഷ്യയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഇതാണ്. ഡാംപ്ഡ് വൈബ്രേഷൻ, വിസ്കസ് ഡാമ്പിങ്ങിൻ്റെ ഫിഗറുണ്ട്. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ്റെ ഇക്വേഷൻ കിടക്കുന്നുണ്ട്, സീറ്റയുടെ ഇക്വേഷൻ കിടക്കുന്നുണ്ട്. സീറ്റ ഈസ് ഈക്വൽ ഡാമ്പിംഗ് റേഷ്യോ. അപ്പോൾ ഈ ഡാമ്പിംഗ് റേഷ്യോ ഒക്കെ നമുക്ക് നമ്മൾ പഠിച്ച സാധനങ്ങളാണ്. ഉണ്ടാ ഡാമ്പിംഗ് റേഷ്യോ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് നിന്ന് ചോദിക്കാവുന്ന സാധനങ്ങളാണ്. ഡാമ്പിംഗ് റേഷ്യോ ചോദിക്കാം നമുക്ക്. പിന്നെ അടുത്ത ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ് അത് ഞാൻ എഴുതിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. പാർട്ട് 2-ൽ നമ്മുടെ എന്താണ് വൈബ്രേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഡാംപ്ഡ് വൈബ്രേഷൻ, ലോഗരിതം ഡിക്രിമെൻറ്റ് ഇതിലെല്ലാം കൂടത്തി ഒരു സാധനങ്ങളുണ്ട്. ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സീറ്റയുടെ വാല്യൂ ഈക്വൽ ടു 1, സീറ്റ ലെസ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫും കൂടെയൊക്കെ ഇവിടെ കയറിയ സീറ്റയുടെ വാല്യൂ ആണ് ഡാംപ്ഡ് വൈബ്രേഷൻ, സീറ്റ ഈക്വൽ ടു 1. അത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ഉണ്ടല്ലേ. മറ്റത് എ പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഓവർ ഡാംപ്ഡ് ആണ് എ പീരിയോഡിക് എന്ന് പറഞ്ഞാൽ. അണ്ടർ ഡാംപ്ഡ് ആണ് സീറ്റ ലെസ് താൻ 1. ഇതിൻ്റെ മൂന്നിൻ്റെ ഗ്രാഫ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൽ നിന്ന് കയറും കണ്ട. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് ആ സീറ്റ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്ന സാധനം, സീറ്റ എന്താണെന്നും ഇവിടെ ഓൾറെഡി ഉണ്ട്. സീറ്റ ഈസ് ഈക്വൽ ടു C/C. സി എന്ന് പറഞ്ഞാൽ എന്താണ് ഡാമിംഗ് കോയിഫിഷ്യൻറ്റ്, സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡാമിംഗ് കോയിഫിഷ്യൻറ്റ്. അതൊക്കെ ഈവൻ അതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഡാമിംഗ് സി എന്താണ്, സി ആണ്ട ഇവിടെ ഫസ്റ്റിൽ എഴുതിയില്ലടി, എഴുതിയില്ല. അപ്പോൾ സി നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് ഡാമിംഗ് കോയിഫിഷ്യൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് ഈ ഫ്രീക്വൻസി ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. വൈബ്രേഷൻ ഐസൊലേഷൻ്റെതും കാണുമായിരിക്കും ഇവിടെ. ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ ഹാർമോണിക് എക്സൈറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാൻ പറ്റും. നമ്മൾ ഈ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നു, പീരിയോഡിക്കലി അപ്ലൈ ചെയ്ത് കൊടുക്കും. F0 sin ωt ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ഇതൊക്കെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ നിങ്ങൾ നോക്കിക്കോണേ. ചിലപ്പം ചോദിക്കാൻ നിങ്ങളുടെ സിലബസ് എടുത്ത് പറഞ്ഞിട്ടില്ല. മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. പിന്നെ അതായത് ആ ഒരു സബ്ജക്റ്റ് ഫോഴ്സ്ഡ് വൈബ്രേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനത്തിലൊന്നാണ് ആ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. അതിൻ്റെ വേളിംഗ് സ്പീഡ് കണ്ട, വേളിംഗ് ഓഫ് ഷാഫ്റ്റ്, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ്റെ വേളിംഗ് ഷാഫ്റ്റ് കിടപ്പുണ്ട്. വേളിംഗ് സ്പീഡിൻ്റെ ഇക്വേഷൻ കിടപ്പുണ്ട്. ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നാച്ചുറൽ ഫ്രീക്വൻസി വേളിംഗ് സ്പീഡ്. അത് തന്നെയാണ് വേളിംഗ് സ്പീഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ട്. പേജ് നമ്പർ 429. അപ്പം അതെല്ലാം നോക്കാം. പിന്നെ ഇത് ടോർഷൻ വൈബ്രേഷൻസിൻ്റെ ആണ്. ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഡാമ്പർ. ട്രാൻസ്മിസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത്, ട്രാൻസ്മിസിബിലിറ്റി ഈസ് ലെസ് ദാൻ 1. ട്രാൻസ്മിസിബിലിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അപ്പോൾ അത് ബേസ് എക്സൈറ്റേഷൻ. അപ്പോൾ ഈ സാധനങ്ങൾ നോക്കി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഇക്വേഷൻ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക്, പക്ഷേ ഇവിടെ എവിടെയോ വൈബ്രേഷൻ ഐസൊലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണൂടെ. ഇതൊരു വൈബ്രേഷൻ ഐസൊലേറ്ററാണ് ഈ ഒരു സാധനം അല്ലേ. അതായത് നമ്മൾ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്രിങ്ങുകൾ വെച്ച് ഡാമ്പർ വെച്ച് ഈ മുകളിലത്തെ വൈബ്രേഷൻ താഴേക്ക് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്ന വൈബ്രേഷൻ ഐസൊലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്
നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കുക. വൈബ്രേഷൻ ഐസൊലേഷൻ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അവിടെ ലോഗരിതമിക് ഡിക്രിമെൻ്റ് കിടക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. അതും ഇവിടെ ഉണ്ട്, സീറ്റ് ഇക്വേഷൻ ഉൾപ്പെടെ കാരണം എല്ലാ സാധനവും ഇവിടെ കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് വെച്ച് അവസാനം ഇത് വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഓക്കെ, ആ ട്രാൻസ്മിസിബിലിറ്റി ഇതായി കിടക്കുന്ന TR ഈസ് ഈക്വൽ ടു ദ ഇക്വേഷൻ. അപ്പോൾ ട്രാൻസ്മിസിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ, അതായത് നമ്മുടെ ഇവിടെ കണ്ട അതുപോലത്തെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാധനം നിന്ന് വരുന്നതാണ്. അതായത് ട്രാൻസ്മിസിബിൾ ഫോഴ്സ് ആ കിടക്കുന്നത്. ദ ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ത്രൂ ദ സ്പ്രിംഗ്, അതായത് സ്പ്രിങ്ങിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്, അതാണ് സംഭവം നേടിയത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ഇവിടെ കിടക്കുന്ന സാധനം, ആ ഇക്വേഷൻ. നമ്മൾ ട്രാൻസ്മിസിബിലിറ്റി എന്താണെന്ന് പറയാം. അപ്പോൾ ഞാൻ എന്താണെന്നുള്ള എന്ത് ചെയ്യാം, എന്തൊക്കെ എഴുതണം, എന്തൊക്കെ പറയണമെന്നുള്ള, എന്തുകൂടെ എഴുതണമെന്നുള്ളത് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ട്രാൻസ്മിസിബിലിറ്റി എനിക്ക് ഒരു പണിയാണ്, കാര്യം ഈ സാധനം കൂടെ ചെയ്യണമെന്നുള്ളതാണ്. വൈബ്രേഷൻ ഐസൊലേഷൻ കിടക്കട്ടെ. ഓക്കെ, മൂവിങ് ഓൺ ഇൻ ദ എസ് എ പാർട്ട് ഓർ ക്വസ്റ്റ്യൻസ്. ഒന്ന് ഡാംപ്ഡ് ലോഞ്ചൂണൽ വൈബ്രേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് രണ്ടും കൂടെ ചേർത്ത് സ്പ്രിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഇക്വലൻ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുകയാണ്. ഇത് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ എന്തിലാണ്, വൈബ്രേഷനിൽ വരുന്ന ലോഞ്ചൂണൽ വൈബ്രേഷനിൽ വരുന്ന സാധനമാണ്. ഇത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷനിൽ വരുന്ന സാധനമാണ്. അപ്പം ഈ രണ്ട് പോർഷനിൽ നിന്ന് കാണുക. ലോഞ്ചൂണൽ വൈബ്രേഷനിൽ ചോദിക്കുന്ന എസ് അറിയാലോ, xn/xn+1 കണ്ടുപിടിച്ച് ചെയ്യുന്ന സീറ്റ കണ്ടുപിടിക്കാൻ, CC കണ്ടുപിടിക്കാൻ, C കണ്ടുപിടിക്കാൻ, അതായത് ഡാമ്പിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ, ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഡാംപ്ഡ് വൈബ്രേഷൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ, അൺഡാംപ്ഡ് സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ, ഫ്രീക്വൻസീസ് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ റെഡ്യൂസസ് ടു 0.25 ഓഫ് ഇസ് ഇൻഷ്യൽ, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ റെഡ്യൂസസ് ബൈ 30% എന്ന് പറഞ്ഞാൽ 70% ഓഫ് ഇൻഷ്യൽ വാല്യൂ, റെഡ്യൂസസ് ബൈ 30% പറയുകയാണെങ്കിൽ റെഡ്യൂസസ് ടു 70% ഓഫ് ഇൻഷ്യൽ വാല്യൂ ആണെന്ന് ആലോചിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻ കാണാൻ പഠിച്ച് ഡയറക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. അതായത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട്, ലോഡുകളുണ്ട്. അപ്പോൾ അതായത് സിംപ്ലി സപ്പോർട്ടും ടൈപ്സ് ഓഫ് ബീമുണ്ട്. ആ ഓരോ ബീമിലും ഡെൽറ്റ കണ്ടുപിടിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ്. അതായത് ഡങ്കർലീസ് മെത്തേഡ്. ഇക്വലൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത്, ഇക്വലൻ ഷാഫ്റ്റ് എന്ന് നമ്മുടെ മൾട്ടിപ്പിൾ എന്തിൻ്റെയാണ് ലോഡ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്, നമ്മുടെ UDL യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വെച്ച് ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇതിൽ എന്ത് വരുന്നത്, ട്രാൻസ്വേഴ്സ് വേർലിംഗ് സ്പീഡും. അപ്പോൾ ഇത് ഒരു പോർഷൻ, ഇത് രണ്ടും കൂടി ഒറ്റ പോർഷൻ. അപ്പോൾ ഇതൊന്നും കൂടി എന്ത് ചോദിക്കാം, ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ മൂവിങ് ഓൺ പാർട്ട് മൊഡ്യൂൾ 3 വരുമ്പോൾ ഇപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് സമയം അധികം എടുത്തു നോക്കട്ടെ. മൊഡ്യൂൾ 3 അപ്പോൾ കാണാമല്ലോ. മൊഡ്യൂൾ 3 മോഡ് ഷേപ്സ് അറിയാം. മോഡ് ഷേപ്സിൻ്റെ ഒരു എസ് എ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ് എ മോഡ് ഷേപ്സിൽ നിന്ന് എന്തായാലും ഒരു സ്പ്രിങ്ങും 2 സ്പ്രിങ്ങും സെറ്റ് ചെയ്ത ഒരു മാസം വരില്ല, 2 മാസം ഒരു സ്പ്രിങ്, 2 സ്പ്രിങ്ങോ 3 സ്പ്രിങ്ങോ 4 സ്പ്രിങ്ങോ ഒക്കെ. അതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അതിൻ്റെ ഒരു പ്രത്യേകത, ആൻസർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് അത് ഈ പല രീതിയിൽ വരാം, നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇരിക്കുന്നത്. അത് ഇങ്ങനെ തന്നെ വരണമെന്നില്ല. അത് എങ്ങനെയാണെന്നുള്ളത് ഒറ്റ വീഡിയോയിൽ കണ്ട് ഒറ്റ വീഡിയോയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒറ്റ മെത്തേഡിൽ ചെയ്യുന്ന ആ ഒരു പോർഷൻ മാത്രം പഠിച്ചാൽ മതി. ഏതിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഫൈനൽ ആൻസർ ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നില്ലാത്തതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സാധനം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് അവിടെ കയറും. അപ്പോൾ ഇതിൽ ഷോർട്ട് ആൻസർ മോഡ് ഷേപ്സ് ഉണ്ട്, ഡിസൈനിൻ്റെ സ്റ്റെപ്സ്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, അതൊക്കെ അറിയാം. ഡക്റ്റൈൽ മെറ്റീരിയൽ, ബ്രിട്ടിൽ മെറ്റീരിയൽ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം നോക്കിക്കോണം കേട്ടോ. അയ്യോ, ഇത് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഒക്കെ നമ്മുടെ ഡേറ്റാ ബുക്ക് എടുക്കാം. ഇതൊന്നും നമ്മൾ നേരത്തെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പഠിച്ച ഡേറ്റാ ബുക്കിൻ്റെ പോർഷൻസ് നമുക്ക് എന്താണ് വെൽഡല്ലല്ലോ. ആദ്യം നമുക്ക് സ്ട്രെസ് അല്ലേ, അയ്യോ അതിന് തൊട്ടിപ്പുറത്തായിരുന്നു നടന്നാട്ടാ, അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവില്ല. വെൽഡ്, റിവറ്റ്, സ്ട്രെസ് അനാലിസിസിൽ ഈ ഒരു പോർഷൻ ഇപ്പുറത്ത് കിടപ്പുണ്ടാവും. ഞാൻ ഇവിടെ നോക്കട്ടെ. ഡേറ്റാ ബുക്ക് എടുക്കുവാണെങ്കിൽ ഏത് ഷോർട്ട് ആൻസർ വന്നാലും നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്യണം. സ്ട്രെസ് അനാലിസിസ് 1 ആണ്ടാ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഇതിലെപ്പോഴും ബ്രിട്ടിൽ മെറ്റീരിയൽ, ഡക്റ്റൈൽ മെറ്റീരിയൽ വ്യത്യാസം നമ്മൾ പഠിച്ചതാണ്. അവിടെ ആണ്ട ഇവിടെ കിടപ്പുണ്ട്. ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്ട ഇങ്ങനെ വരും, ബ്രിട്ടിൽ ആണ്ട ഇങ്ങനെ വരും, ഇവിടെ വെച്ച് പൊട്ടിപ്പോവും. അപ്പോൾ ഇതാണ് ആ ബ്രിട്ടിൽ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. അപ്പോൾ ആരും ചെയ്യത്തില്ല. ആണ്ട സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമത്തിൻ്റെ ഫുൾ പരിപാടിയാണ്ട് ഇവിടെ കിടപ്പുണ്ട്. കണ്ടാ, ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ വരച്ചങ്ങ് വെച്ചാൽ മതി. ചോദിച്ചിട്ടുണ്ട് 3 മാർക്ക് ഒക്കെ ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം നോക്കിക്കോളാം. അപ്പോൾ സ്ട്രെസ് അനാലിസിസ് ഞാൻ ഇപ്പുറത്ത് തൊട്ടേ എഴുതിയിട്ടുള്ളതാണ്, ഇവിടെ തൊട്ടാണ് നമ്മൾ എടുത്ത് ചെയ്ത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന സാധനം ആലോചിച്ചാൽ മതി. സ്ട്രെസ് അനാലിസിസ് തൊട്ടിപ്പുറത്ത്, അതായത് പേജ് നമ്പർ 1 തന്നെ ആ സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്, കിടപ്പുണ്ട്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്,
അതിനുമായിട്ട് ബന്ധപ്പെട്ട ഇത് സ്ട്രെസ് സ്ട്രെയിൻ കർവൊക്കെ അവിടെ കിടപ്പുണ്ട്. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ അറിയാമല്ലോ. നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു, കെ എടുത്ത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തു. അത് വർക്കിംഗ് സ്ട്രെസ്സസ് എന്ന് പറയുന്ന അടുത്ത പേജ് നമ്പർ 19 നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ തുടങ്ങുന്നത് അല്ലേ. ഇത് കെ എന്ന് പറയുന്നത് കെ ടി നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓരോന്നിലും കെ ടി നമ്മൾ കണ്ടുപിടിക്കും, ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കമ്പൈൻഡ് ലോഡിംഗ് വരും, അല്ലെങ്കിൽ വിത്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ കെ ടി വരും. കമ്പൈൻഡ് ലോഡിംഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഇല്ലാതെയും വരാം, കമ്പൈൻഡ് ലോഡിംഗ് വിത്ത് കെ ടിയും എന്ത് ചെയ്യാം വരാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ്. സിഗ്മ 3 ഇല്ല, സിഗ്മ 1 സിഗ്മ 2 പ്രിൻസിപ്പൽ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഏത് ഇക്വേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അത് എന്തും ചോദിക്കാം. ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ് പിന്നെ മാക്സിമം നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് നോർമൽ സ്ട്രെസ്, റിസൾട്ടൻറ്റ് ഷിയർ സ്ട്രെസ്, അതിൻ്റെ രണ്ടും കൂടെ റിസൾട്ടൻറ്റ് സിഗ്മ, ആ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആൻഡ് സിഗ്മ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് സിഗ്മ n സ്ക്വയർ. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് എടുത്ത് ചോദിക്കാം. സിഗ്മ 1 സിഗ്മ 2ൻ്റെ പ്രോബ്ലംസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയിരിക്കുക. അത് നമുക്ക് അറിയാവുന്ന സാധനമാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ മോഡ്യൂൾ 4 വരുമ്പോൾ ഇതൊക്കെ എന്തേ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് കയറി വരും. ഓക്കെ, മോഡ്യൂൾ 4 തിയറീസ് ഓഫ് ഫെയിലുവർ ഫെറ്റീഗ് ലോഡിംഗ് ആണെന്നുള്ളത് ആലോചിച്ചോളണം. നിങ്ങളിപ്പോൾ അതായത് വർക്കിംഗ് സ്ട്രെസ്സസിൽ തിയറീസ് ഓഫ് ഫെയിലുവർ ഒരുപാടുണ്ട്. ഫെയിലുവർ ഓഫ് ഫെറ്റീഗ് ഇക്വേഷൻസ് ആണ്. അതായത് നിങ്ങളുടെ മോഡ്യൂൾ പ്രകാരം ഫെറ്റീഗ് ലോഡിങ്ങിൻ്റെ തിയറീസ് ഓഫ് ഫെയിലുവർ ആണ് നിങ്ങൾക്ക് വേണ്ടിയത്. അപ്പം എന്താണ് ഗുഡ്മാൻ ക്രൈറ്റീരിയ, സോഡൻബർഗ് ക്രൈറ്റീരിയ വിത്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KTF, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ത് ചോദിച്ചാലും ഈ ഒരു ഗ്രാഫ് വരച്ചിരിക്കണം. ഫെറ്റീഗ് ഫെയിലുവർ ഇക്വേഷൻസ് വരയ്ക്കുന്നതിന് മുമ്പ് ഈ ഗ്രാഫ് വരച്ചിരിക്കണം. എന്താണ് ഫെയിലുവർ തിയറി അക്കോർഡിംഗ് ടു ഗോഡ്മാൻ? ദിസ് ഈസ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ, ദിസ് ഈസ് ഇക്വേഷൻ ആൻഡ് ദിസ് ഈസ് എ ഫെയിലുവർ തിയറി. ഈ ഒരു സാധനത്തിന് താഴെയാണെങ്കിൽ അത് എന്തായിരിക്കും, സേഫ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു എന്തുണ്ടല്ലോ കർവ്, ഇപ്പോൾ ഗർബേസ് പരാബോള, അപ്പോൾ ഈ പരാബോളയ്ക്ക് താഴെയാണ് നമ്മുടെ ഡിസൈൻ സ്ട്രെസ് വരുന്നതെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഫോളിങ് അണ്ടർ ദിസ് ദെൻ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് നമുക്ക് സേഫ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ഗ്രാഫ് വരച്ച് ഈ ഇക്വേഷൻ വരച്ച് നമുക്ക് ഈ സ്ട്രെസ്സുകളെല്ലാം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ് നമ്മുടെ തിയറീസ് ഓഫ് ഫെയിലിൻ്റെ ഡെഫിനിഷനായിട്ട് നിങ്ങൾ മനസ്സിൽ കൺസെപ്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വരെ. ഇപ്പോൾ എൻഡുറൻസ് ലിമിറ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി നോട്ട് സെൻസിറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ്. അതിപ്പോൾ മോഡ്യൂൾ 3 ഒക്കെ എടുത്തിട്ട് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഫെറ്റീഗ് ലോഡിങ്ങിൻ്റെ അണ്ടറിലാണ് നമുക്ക് നോട്ട് സെൻസിറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എൻഡുറൻസ് ലിമിറ്റ് ആലോചിച്ചോളണം. എൻഡുറൻസ് സ്ട്രെങ്ത്, എൻഡുറൻസ് ലിമിറ്റ്. സൈക്ലിക് ലോഡിങ്ങിൻ്റെ കേസാണ്. സൈക്ലിക് ലോഡിങ്ങിന് ഇതിനകത്ത് കയറിയില്ലെങ്കിൽ മാർക്ക് വരില്ല. മോഡ്സ് ഓഫ് ഫെയിലുവറും റിവറ്റ് എഫിഷ്യൻസി മോഡ്സ് ഓഫ് ഫെയിലുവറും ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിവറ്റിലുള്ള. അത് ടിയറിങ്, ഷിയറിങ്, ക്രഷിങ്, പിന്നെ ക്രഷിങ് എഫിഷ്യൻസി, അതെല്ലാം റിവറ്റിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. നമുക്ക് റിവറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസീസ് ആണ്. ഇത് 3 എഫിഷ്യൻസി ആണ്. റിവറ്റ് എഫിഷ്യൻസി, പ്ലേറ്റ് എഫിഷ്യൻസി, നമുക്ക് എല്ലാ എഫിഷ്യൻസീസ് ആണ്. അതിൽ മിനിമം എഫിഷ്യൻസിയാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് സ്ട്രെങ്ത്? ഈ പ്ലേറ്റ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് അതിന് എന്തുണ്ട്, നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത്, മാക്സിമം സ്ട്രെങ്ത് ഇതാണ്, ടിയറിങ് സ്ട്രെങ്ത് ഇതാണ്, ഷിയറിങ് സ്ട്രെങ്ത് ഇതാണ്, ക്രഷിങ് സ്ട്രെങ്ത് ഇതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുണ്ടെങ്കിൽ റേഷ്യോ ആണ് എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാം അല്ലേ. അതായത് എഫിഷ്യൻസി PS/P ഈസ് ദ ഷിയറിംഗ് എഫിഷ്യൻസി വേർ PS ഈസ് ഈ സാധനം വലിയ സെൻറ്റൻസ് അങ്ങ് എഴുതിയിരിക്കാം. P ഈസ് വലിയ സെൻറ്റൻസ് അങ്ങ് എഴുതിയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരെ പറ്റിക്കാം. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുക. ഇതൊക്കെ അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരിക്കലും നമുക്കിത് ചെയ്യണമെന്നും പറഞ്ഞ് പഠിച്ചുകൊണ്ട് പോയി നമുക്കിത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓർമ്മ വരത്തില്ല ഇത് ചെയ്യണമെന്ന്. നമ്മളിത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്താൽ മാത്രമേ ഇത് ഓർമ്മ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വായിക്കുന്ന ആൾക്ക്, നമുക്ക് നോക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇത് അറിയാമെന്നുള്ള ആളെ എഴുതിയിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. പാർട്ട് ബിയിൽ വരുന്നത് ഫെറ്റീഗ് ലോഡിങ്ങിൻ്റെ പ്രോബ്ലം, തിയറീസ് ഓഫ് ഫെയിലുവറായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ചോദിക്കാൻ സാധ്യത. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ തന്നെ 3 പ്രോബ്ലം ചെയ്യാനുള്ള പരിപാടി നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ വർക്കിംഗ് സ്ട്രെസ്സസ് അല്ലേ, എന്താണ് വർക്കിംഗ് സ്ട്രെസ്സസ് ഇതിൽ നമ്മൾ ബിറ്റിൽ ഈ ഒരു മെറ്റീരിയൽ ഗുഡ്മാൻ ക്രൈറ്റീരിയ ആണ്, സോഡൻബർഗ് ക്രൈറ്റീരിയ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് ചെയ്യാം. നിങ്ങൾക്ക് ഈൽഡ് പോയിൻ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ സോഡൻബർഗ് വെച്ച് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഈ തിയറീസ് ഓഫ് ഫെയിലുവറിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു പ്രോബ്ലം പഠിക്കണമെങ്കിൽ, നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കണമെങ്കിൽ, നിങ്ങൾ ഇവിടുത്തെ പ്രോബ്ലംസ് കാൽക്കുലേറ്റിംഗ് സിഗ്മ 1 സിഗ്മ 2 യൂസിങ് സ്ട്രെസ് കോൺസെൻട്രേഷൻ അറിയണം. എന്നാലേ ഇത് മര്യാദയ്ക്ക് മനസ്സിലാവും. ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്താണ്? മര്യാദയ്ക്കെന്ന് ഉദ്ദേശിച്ചത് വാക്കിനി നിങ്ങളവിടെ വേറെ എന്തെങ്കിലും ആണ്. മര്യാദയ്ക്കെന്ന് ഉദ്ദേശിച്ചത് എന്താണ്, നല്ലതുപോലെ, അല്ലെങ്കിൽ
എന്താണ് കറക്റ്റ് കാര്യം മനസ്സിലാവും, അത് തന്നെ സാധനം. അപ്പോൾ അതാണ് ഇവിടെ നിന്ന് വരുന്നത്. ഓക്കെ, പിന്നെ റിവറ്റ് പ്രോബ്ലംസ്. അപ്പം ഇതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഇത് രണ്ട് കാര്യം പോകുന്നത്. റിവറ്റിൻ്റെ പ്രോബ്ലംസ് സീനാണ്, ലോഞ്ചിറ്റ്യൂണലുണ്ട്, സർക്കംഫറൻഷ്യൽ. എന്ത് സീൻ? ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമാണ് റിവറ്റിൻ്റെ പ്രോബ്ലംസ്. നമുക്കറിയാമല്ലേ, നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ആകെ ഒരു പേജാണ്ടേ ഉള്ളൂ റിവറ്റ്. ആണ്ടാ ഇപ്പോൾ ബഡ് ജോയിൻ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ? അവിടെ ലാബ് ജോയിൻ്റ് ആണെങ്കിൽ സർക്കംഫറൻഷ്യൽ ലാബ് ജോയിൻ്റ് ആലോചിച്ചോളണം. സർക്കംഫറൻഷ്യൽ ജോയിൻ്റ് എന്ന് നിലവിൽ ചോദിക്കുകയുള്ളൂ, അത് ലാപ്പാണെന്ന് ആലോചിച്ചോളണം. ലോഞ്ചിറ്റ്യൂണൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബഡ് ജോയിൻ്റ് ആണ് ബോയിലർ കണക്ഷൻസിൽ. ലാബ് ജോയിൻ്റ് ഇതാണ് ഡിസൈൻ പ്രൊസീജിയറാണ്. നമ്മൾ ഇക്വേഷൻസ് എവിടെയെന്ന് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ആപ്പിൾ വീഡിയോസിൽ അവിടെ ഇട്ടിട്ടുണ്ടല്ലേ, റൈറ്റ് സൈഡിൽ നമ്മൾ ഇക്വേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? ബഡ് ജോയിൻറ്റിൻ്റെ കേസാണ് അല്ലേ. ബഡ് ജോയിൻറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇത്തിരി ലെന്തി ആയിട്ടുള്ളൊരു ഡിസൈൻ ആക്ച്വലി റിവറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വന്നത് ഇപ്പോൾ ഉള്ളതിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബ്രാക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ബ്രാക്കറ്റ്സ് അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് വീഡിയോ അവൈലബിൾ ആയിരിക്കില്ല, പക്ഷേ ഞാൻ ഈ ഒരു പാർട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിടാം. ഈ ഒരു സാധനം. ഓക്കെ, അപ്പോൾ റിവറ്റ് ജോയിൻറ്റ് വിത്ത് എക്സെൻട്രിക് ലോഡ്. അപ്പോൾ ബ്രാക്കറ്റ്സ് എന്നൊക്കെ അതിന് പറയുന്നത്. അപ്പോൾ ഈ എക്സെൻട്രിക് ലോഡിങ് വരുന്ന കേസിൽ നമ്മുടെ ഈ FR കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നത്, ഇത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ച് ഇത് ഈ 3 ഇക്വേഷൻസിൻ്റെ പരിപാടികളാണ്. ബാക്കിയെല്ലാം നമ്മൾ പഴയ പോലെ സാധനം തന്നെ. അപ്പോൾ റിവറ്റിൻ്റെ ഈ ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾ നിർബന്ധമായി നോക്കിയിരിക്കണം, എന്നിട്ട് എക്സാം എഴുതാൻ പോകാവൂ. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് വൺ പാർട്ട് മോഡ്യൂൾ 5 2 പോർഷൻസ്. ഒന്ന് വെൽഡും, ഒന്ന് വെൽഡും പിന്നെ ഒന്ന് സ്പ്രിങ്ങും. ഈ രണ്ടുമാണ്. വെൽഡ് നോക്കുക, ടൈപ്സ് ഓഫ് വെൽഡ് പല റീഇൻഫോഴ്സ്മെൻറ്റ് വെൽഡൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്നിട്ട് ഇപ്പോൾ വെൽഡ് ഇങ്ങനെ അല്ലല്ലോ ചെയ്യും, നമ്മൾ ഇത്തിരി കൂടെ മുകളിലോട്ട് എടുത്ത് ചെയ്യത്തില്ലേ. ഇപ്പോൾ 2 പ്ലേറ്റ് വെൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താഴെ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ്? അത് ഡേറ്റ ബുക്കിൽ തന്നെ കാണും. സ്പ്രിങ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നോക്കിക്കോണം. ഹെലിക്കൽ സ്പ്രിങ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്, അത് വീണ്ടും ഞാൻ പറയുന്നില്ല. സർജിൻ സ്പ്രിങ്സ് നോക്കിക്കോളേ. സർജിൻ സ്പ്രിങ്സ് ചോദിക്കാൻ ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയും സർജിങ് നടക്കുന്നത് റെസൊണൻസ് കണ്ടീഷൻ, ആ ഫ്രീക്വൻസി ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എവിടെ ഉണ്ട്? ഡേറ്റാ ബുക്കിലുണ്ട്, അറിയാം. സ്പ്രിങ്ങിൽ ഡേറ്റാ ബുക്കിൽ ഫ്രീക്വൻസി അവസാനം കിടപ്പുണ്ട്, അത് എടുത്ത് നോക്കാവുന്നതാണ് സ്പ്രിങ്ങിൻ്റെ സെഷൻ. പിന്നെ പാർട്ട് ബിയിൽ വെൽഡിൻ്റെ പ്രോബ്ലം, എക്സെൻട്രിക്കൽ ലോഡ് വരാം, ആക്സിയൽ ലോഡ് വരാം, അതിനിടയ്ക്കുള്ള സ്പെഷ്യൽ വെൽഡുകൾ വരാം. അപ്പോൾ അത് 3 വെൽഡാണ് എളുപ്പം. കാര്യം വെൽഡ് നിങ്ങൾ പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തീരുന്ന ഒരു ഡിസൈൻ സാധനമാണ്. വെൽഡിൻ്റെ ഒരു പ്രത്യേകത കണ്ട ആകെ 2 പേജേ ഉള്ളൂ, ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ്, എവിടെ നമ്മൾ ടേബിൾ, ഇതാണ് നമ്മളെ തുറുപ്പ് ചീട്ട്. ഇതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിലൊക്കെ ഇല്ലേ, അതുകൊണ്ട് NY താണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ NY താണ്ട് ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, NY ഉണ്ട്. ഇതിലൊന്നും NY ഇക്വേഷൻ കൊടുത്തില്ല. കാര്യം എന്താ? ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ NY കൊടുക്കേണ്ടത്. ഇതിപ്പോൾ മൊത്തത്തിൽ N ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗ്രാവിറ്റി N/2 ആണ്, ടോട്ടൽ ലെന്തിന് 2 ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു സാധനം കണ്ടുപിടിക്കാൻ, അതായത് നമ്മുടെ ഈ സെൻറ്റർ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും എന്ത് ചെയ്യരുത്, വരരുത്. കാര്യം ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ അറിഞ്ഞാലേ പറ്റൂ. അതാണ് നമ്മുടെ NY എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രോബ്ലത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരെണ്ണം നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലും താഴെയും വെൽഡ് വരുമ്പോൾ നടുക്കാണ് കറക്റ്റ് സെൻറ്ററിൽ. ഇതാകുമ്പോൾ കറക്റ്റ് ഇവിടെ തന്നെ ആണ് സെൻട്രൽ ഗ്രാവിറ്റി. ഇതാകുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ, ഇതാണ് അതിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി അല്ലേ, ഇതിൻ്റെ നടുക്കായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ വരും. ഇതിൻ്റെ എല്ലാ സെൻറ്റർ ഇപ്പോൾ തരാത്തതിൻ്റെ എല്ലാം കറക്റ്റ് സെൻറ്ററിലായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് NY കിടക്കുന്നത്. ബാക്കി എല്ലാത്തിനും നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? NY, MX, MY ഒക്കെ തന്നിട്ടുണ്ടാവും. ബാക്കി സ്പെഷ്യൽ ടൈപ്സ് ഓഫ് വെൽഡ്. പിന്നെ ഈ ഒരു പ്രോബ്ലം ഇത് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് എടുത്തിട്ട് ചെയ്യാന്നുള്ളത് അത് ആലോചിക്കുക. വെൽഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പ്രിങ് ഡിസൈൻ ഇത്തിരി നിങ്ങൾക്ക് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അത് ഒരു ഫോഴ്സ് മാത്രം തന്നിട്ടുള്ള സാധനം 2 ഫോഴ്സ് തന്നിട്ടുള്ളതാണ്, 2 ഡിഫ്ലക്ഷൻ തരും. അപ്പോൾ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ച് ചെയ്യണം. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് നോക്കാൻ ഇരിക്കുന്നത് നല്ലത്. ഇത്രയും പഠിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം കളയണമെന്ന് തോന്നിയാൽ അത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ തിയറീസ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന തിയറീസ് ഒന്നും മിസ് ചെയ്യേണ്ട. അത് ജസ്റ്റ് ഒന്ന് ഒരു തവണയെങ്കിലും നോക്കിവിടാം. ഇത് മാത്രമല്ല, പിന്നെ മോഡ്യൂൾ 3, 4, 5 ഏത് തിയറി വേണോ എടുത്ത് വയ്ക്കാം. കാരണം ആ തിയറി എല്ലാം നമ്മൾ ഡിസൈൻ ഈ essay ക്വസ്റ്റ്യനിൽ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഈ മുകളിൽ എഴുതിയിരിക്കുന്ന മാത്രമാണ് അത് essayയിൽ കവർ ചെയ്യാതെ വരുന്ന സാധനങ്ങളാണ് മാക്സിമം എടുത്ത് എഴുതിയിരിക്കുന്നത്. അല്ലാത്തതും വരാം, essayയിൽ വരുന്ന സാധനങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ആ ഒരു മോഡ്യൂൾ എന്ത് ചെയ്തിരിക്കണം, നോക്കി പോകണം. ആ മോഡ്യൂൾ 3, 4, 5. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.